ഹലോ എൻ്റെ ക്യൂട്ടീസ്. അപ്പോൾ കുറേ നേരമായിട്ട് ജേർണലിങ് ടൈപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വലിയ ജേർണൽ പേഴ്സൺ ഒന്നുമല്ല, എന്നാൽ ഡയറിയൊക്കെ കുറിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജേർണൽ ഉണ്ടാക്കില്ല. അപ്പോൾ ചെറുതായിട്ടൊരു ജേർണലാണ്, മന്ത്ലി ജേർണലൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ഡയറി കുറിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ജേർണൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു ടൈപ്പിലൊരു ജേർണൽ ഉണ്ടാക്കിയാലോ. അപ്പം എല്ലാവരും ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് അത്ര വലിയ ജേർണൽ ക്രിയേറ്റിവിറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന രീതിയിൽ ഞാൻ എങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് പറ്റുന്ന എല്ലാവർക്കും തെറ്റുന്ന രീതിയിൽ ചെയ്യാൻ നിൽക്കുക. അതിനുവേണ്ടി നമ്മൾ 3-4 ഇയർബഡ്സ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കെട്ടിയ ശേഷം റബ്ബർ മാറ്റിയ ശേഷം ഇഷ്ടമുള്ള കളറിൽ ഞാനിപ്പോൾ ഒരു നമ്മുടെ എന്തെങ്കിലും ചെറി ബ്ലോസം ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറച്ച് ഡോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ചെറുതായിട്ടൊന്ന് ഇടുക. അതിനുശേഷം അതിന് മുകളിൽ നമുക്കിഷ്ടമുള്ള ട്രീ ഒക്കെ വരച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെന്താണ് ജേർണലിംഗ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ട്രീ ഒക്കെ വരച്ച് കൊടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ചെറിയ ജേർണലിംഗ് ആയി. പിന്നെ വലിയ പരിപാടികളൊന്നുമില്ല, നമുക്ക് വലിയതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ഞാൻ ജേർണലിംഗ് സപ്ലൈസ് ഒന്നും അങ്ങനെ മേടിക്കുന്ന ആളൊന്നുമല്ല. അതിലുള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് എൻ്റെ പരിപാടി കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ജേർണലിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഗിവേയുടെ കാര്യം മറക്കണ്ട, ഒരാളുടെ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയുള്ളവർ 2 പേരും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൊബൈൽ, നമ്മുടെ പേരൻസിൻ്റെയോ നമ്മുടെ കസിൻസിൻ്റെയും ബ്രദേഴ്സിൻ്റെ ഒക്കെ മൊബൈലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു വീഡിയോ, നമ്മുടെ വീഡിയോ ഷോട്ടോ ഒന്ന് കണ്ടേര്, വേറെ ഒറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മോളിങ്ങനെ ചെറിയ ബ്ലോസം ടൈപ്പ് വരച്ചു കൊടുത്ത് ഇനി താഴെ ഒരു ചെറിയൊരു കുറച്ച് പച്ചപ്പ് മുതൽ ഗ്രീനറി മുതൽ കാണിക്കാൻ വേണ്ടി അവിടെ ഞാൻ ഡോട്ടാണ് മാക്സിമം ഇട്ടത്. പച്ച കളറിൽ 2 കളറിൽ പച്ച ഇടാം, ഏത് കളറിൽ സിംഗിൾ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടം ഇടാം. എന്താ നമ്മുടെ എഗ്ഗിൻ്റെ ക്യാൻഡിൽ ഭാഗിക്കൊണ്ട് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം ഞാൻ അത് കത്തിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നാളെ ഉണ്ടാക്കിയ ലാമ്പിൻ്റെ ബോട്ടിലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി പതുക്കെ ഒരു സൈലൻ്റായിട്ട് ഇപ്പം വീട്ടിൽ ആരും ഇല്ലാത്തപ്പം നമ്മളൊന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്താണ്. ഇതിനൊരു ക്ഷമയും ഒരു പീസ്ഫുൾ മൈൻഡ് വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വരയും കുരയൊക്കെ വരച്ച് കുറച്ച് ചെടിയൊക്കെ പൂക്കളൊക്കെ വരച്ച ശേഷം നമുക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് അതിനകത്ത് ജേർണലിനകത്ത് എക്സ്പ്രസ് ചെയ്യുക. ഇപ്പോഴാണ് ജേർണൽ എന്നൊക്കെ പേര് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ ഡയറി എഴുതുക അതൊക്കെ ഒരു ഹോബി ആയിരുന്നില്ലേ. അപ്പോൾ ഈ ഡയറി ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ജേർണലിന് വലിയ പ്രത്യേക ഡയറിയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ ഉള്ള ഡയറിക്കകത്ത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഹോബിയായിട്ട് ചെയ്യുന്നവർ ഉണ്ടായിരിക്കും. അവരൊക്കെ ആയിരിക്കും ഇതെന്തോ കരുതിക്കൊണ്ടിരുന്നവർ ഒരു വാക്ക് വെച്ചിട്ടുള്ളോ ചേച്ചി എന്ന് വിചാരിക്കും. ക്ഷമിക്കടേന്നേ, പാവല്ലേ, ഇങ്ങനെ പോട്ടെന്നേ. അപ്പം എൻ്റെ ലോങ് വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് ചോദിക്കുന്നു. മറക്കണ്ട ഗിവേയുടെ കാര്യം. ഓരോ മാസവും ഗിവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, പിള്ളേർ ആയിരിക്കും ചേച്ചി എനിക്ക് കിട്ടിയില്ല എനിക്ക് തരാം. ഞാൻ എല്ലാവർക്കും ഓരോ മാസം കിട്ടാത്തവർക്കൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അത് നിങ്ങളും കൂടെ എഫക്റ്റ് ചെയ്തതിന് നമ്മുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ആകണ്ടേ. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും ഫുള്ള് സ്കിപ്പ് അടിക്കാതെ കാണണം. പിന്നെ 1-2 വട്ടം കാണുകയും നമ്മുടെ ഷോർട്സൊക്കെ ഇടുകയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ നമ്മുടെ പടമൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു കോട്ട്സ് എഴുതി വെക്കുകയാണ്. വലിയ കോട്ട് എഴുതുന്ന ആളൊന്നുമല്ല ഞാൻ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് എഴുതി വെക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഹോബി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജേർണലിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണം എങ്ങനത്തെ ടൈപ്പ്. പിന്നെ എനിക്കിങ്ങനെ വിൻറ്റേജ് എസ്തറ്റിക് അങ്ങനെ വലിയ കടുകട്ടി പേരുകളിലുള്ള ജേർണലിംഗൊന്നും ഞാൻ ചെയ്യാറില്ല. നമുക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ മനസ്സിലുള്ള എന്ത് സാധനമാണോ നമ്മളത് കോട്ട്സിനിടുന്നത്, നമ്മൾക്ക് അതിനൊന്നൊരു ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളൂ ജേർണലിംഗ് എന്ന് പറയുന്നതെന്നറിയാം. ഇതൊക്കെ വലിയ ആൾക്കാർ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ഒന്നും വന്നില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ ചെന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഫ്ലവർ വരയ്ക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ടും ഡ്രോയിങ് ഇഷ്ടമായതുകൊണ്ടും ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ജേർണലിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു സൈഡ് അങ്ങനെ ചെയ്തു. പിന്നെ ഈ എല്ലാവരും കാണിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇത് മുഴുവൻ നമ്മൾ പെയിൻറ്റിങ് അല്ലേ. അപ്പം കഴിയുള്ളൂ. ഇത് ഈ ബ്രൗൺ പേപ്പർ എന്ന് പറയുന്ന കൊച്ചിൻ്റെ നമ്മുടെ ബുക്ക് കവർ ചെയ്തിരുന്ന പഴയ ബുക്കിൻ്റെ കവറാണ് ബ്രൗൺ പേപ്പർ, അതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ബ്രൗൺ പേപ്പർ ജേർണൽ സപ്ലൈസ് ടൈപ്പൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ, എല്ലാവരും ക്ഷമിക്കുക
കേട്ടോ. അപ്പോൾ അതും 2 സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത ശേഷം പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ലൈൻ്റെ അല്ല നമ്മുടെ ഗ്രിഡ് ടൈപ്പ് പേപ്പറൊന്നുമില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് വേണം, ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. അപ്പോൾ കൈകൊണ്ട് ലൈൻ വരച്ച് കൊടുത്തു, പിന്നെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെയ്താൽ മതിയെന്നേ. നമുക്ക് ഇഷ്ടം നമ്മുടെ ഇതാണെങ്കിൽ നമ്മൾ ആരെയും സാറ്റിസ്ഫൈ ആക്കാൻ ചെയ്യുന്നതല്ലോ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതല്ലേ. അപ്പം ഇതെല്ലാം ഞാനിപ്പം ഈ ജേർണലിങ് ചെയ്യുന്ന കുറച്ച് മുമ്പ് എൻ്റേതായ രീതിയിൽ വരച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ തന്നെ കേട്ടോ. ഇതൊന്നും ഒന്നും പ്രിൻ്റ് എടുത്തതല്ല, എല്ലാം വരച്ച് ഉണ്ടാക്കി മനസ്സിനെന്തോ തോന്നി അതങ്ങ് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലുള്ള സപ്ലൈ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതാകുമ്പം ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ എനിക്ക് മേടിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനത്തെ ചെയ്യുമ്പം നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്ന ഏതൊരു കാര്യവും ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അത് ക്രാഫ്റ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം ക്രാഫ്റ്റ് ആയാലും ഈ ജേർണലിങ് ചാനലിൽ ഞാൻ അങ്ങനെ ചെയ്യാത്ത ആളാണെങ്കിലും എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ സന്തോഷത്തോടെ എനിക്കിഷ്ടമുള്ള കോട്ട്സൊക്കെ എഴുതി, വല്ല പെർഫെക്റ്റ് ആയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നോ ആഗ്രഹത്തോടെ എഴുതുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ആയാലും എന്തായാലും ഞാനതിന് വളരെ എന്താ പറയേണ്ടത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണ്. അത് ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് അതിനകത്ത് ഇടാറുണ്ട്. അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ രീതി ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ മാക്സിമം ചിലപ്പോൾ പെർഫെക്റ്റായിട്ട് വന്നില്ലെന്നിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ എഫേർട്ട് നല്ലോണം ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ചാനലല്ല ഗ്രൂപ്പ്. ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയത് നിങ്ങൾക്ക് തമ്മിൽ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, അതിനുവേണ്ടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ആരൊക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മാസവും തീരാറായിട്ടുണ്ട്. എങ്ങനെയാണ് അടുത്ത മാസം എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം മറക്കല്ലേ.